ജില്ലാ പ്രസിഡന്റ് KPA വനംറൂറൽ, ബഹുമാനപ്പെട്ട വർക്കല MLA ശ്രീ അഡ്വക്കേറ്റ് വി ജോയ് അവർ, KPA ഭാരവാഹികൾ, KPO ഭാരവാഹികൾ, വേദിയിലും സദസ്സിലുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. KSP വർക്കല ദീപക്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും 38ാമത്തെ KPA സമ്മേളനത്തിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നാരായണ ഗുരുയുടെ ഈ പവിത്ര ഭൂമിയിൽ ഇന്ന് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച് ഈ വെൽക്കം പ്രസംഗം ചൊല്ലിയപ്പോൾ എനിക്ക് ദ വേർഡ് ഓഫ് നാരായണ ഗുരു എന്ന പുസ്തകം ഗിഫ്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് 2 കാര്യങ്ങളാണ് ഓർമ്മ വന്നത്. നാരായണ ഗുരുവിൻ്റെ 2 പ്രധാനപ്പെട്ട വാചകം അല്ലെങ്കിൽ ആശയം. ഒരെണ്ണം അനുകമ്പ ദശകത്തിൽ പറയുന്ന ഒരു പീഡ ഉറുമ്പിന് പോലും വരുത്തരുത് എന്നുള്ളത്. അത് ഈ പോലീസ് യൂണിഫോം ധരിക്കുന്ന ആൾക്കാർ, കോൺസ്റ്റബിൾ മുതൽ DGP വരെ, അവരുടെ പവർ എന്താണ് എന്നുള്ളത്, ആ എക്സിക്യൂട്ടീവ് പവറിൻ്റെ ഒരു അവബോധം അവർക്കുണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഈ പവറിനെ എങ്ങനെ വിവേകതയോടെ യൂസ് ചെയ്യാമെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ കഴിയുകയാണെങ്കിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി അതെങ്ങനെ അനുകമ്പയോടുകൂടി യൂസ് ചെയ്യാമെന്നും ക്രിമിനൽസിനെതിരെ ആ പവറിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നും ആ തിരിച്ചറിവ് ഈ പവറിനെ എഫിഷ്യൻ്റ്ലി യൂസ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതേപോലെ 2ാമത്തെ കാര്യമാണ് മനുഷ്യൻ്റെ അന്തസ്സ്. ഓരോ മനുഷ്യൻ്റെ അന്തസ്സ് അതൊരു അലംഘനീയമായ കാര്യമാണ്. ഏത് ജാതി ആയാലും ഏത് മതം ആയാലും, ഒരു ജാതി, ഒരു മതം, ഒരു വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ് ഫോർ മാൻകൈൻഡ്, ആ ഒരു കോട്ടിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഓരോ മനുഷ്യൻ്റെ അന്തസ്സ് ഈക്വലാണ്, സെയിം ആണ്. ഇപ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിൽ ജനിച്ചതായാലും, ഏത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയാലും, അതേപോലെ സോഷ്യൽ ലൈഫിൽ മാത്രമല്ല, ഇപ്പോൾ പ്രൊഫഷണൽ ലൈഫിൽ പോലും നമ്മളുടെ ഓരോരുത്തരുടെ കഴിവും ഈ യൂണിഫോമിലുള്ള പവറും ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാനുള്ള അവസരങ്ങളിൽ ഒരു മാറ്റമില്ല. ഇപ്പം ഹയസ്റ്റ് റാങ്കിലിരിക്കുന്ന സ്റ്റേറ്റ് പോലീസ് ചീഫും ഏറ്റവും ഫീൽഡിൽ ജനങ്ങളോട് ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു കോൺസ്റ്റബിളും ആ അടുത്ത് ഉള്ള ഒരാൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു കൊടുക്കാനുള്ള പവർ എന്ന് പറയുന്നത് ആ റെസ്പെക്ട് അവരുടെ സെയിം ആണ്. കാരണം നമ്മളിപ്പം ഒരാൾ DGPയുടെ അടുത്ത് പോയി പരാതി പറഞ്ഞാലും അവസാനം അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഫീൽഡ് ലെവലിൽ പോലീസ് ഓഫീസേഴ്സ് തന്നെയാണ്. അപ്പം ദ പവർ ഇസ് ഫ്ലോയിങ് ത്രൂ ഡിഫറെൻറ്റ്, പല റാങ്കിലൂടെ പവർ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു അന്തസ്സ്, പോലീസ് ഓഫീസർ ആ ഡ്യൂട്ടി ചെയ്യുമ്പം ജനങ്ങൾക്ക് വേണ്ടി അത് ഫലപ്രദമാവുമ്പം അത് സെയിം റെസ്പെക്റ്റ് ആണ് എല്ലാവരും കമാൻഡ് ചെയ്യുന്നത്. കാരണം ജനങ്ങൾക്ക് ആവശ്യമുള്ളത് സർവീസാണ്. അതിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? അവരാണ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യം, ഈ അന്തസ്സ്, എല്ലാവരുടെയും അന്തസ്സ് അലംഘനീയമാണെന്നുള്ള ഒരു കാര്യം നാരായണ ഗുരുവിടെ റീഹ്യൂമനൈസേഷൻ, നാരായണ ഗുരു അത് കാസ്റ്റിലൂടെ ഓരോ ജനങ്ങളുടെ മനുഷ്യത്വത്തിനെ ഹൈലൈറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കി അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റീഹ്യൂമനൈസേഷൻ. നമ്മൾ ഈ പോലീസിൻ്റെ ജോലിയിൽ ഒരുപാട് തിരക്കുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു റെസ്പെക്റ്റ് എന്താണ്, അത് ജനങ്ങൾക്ക് അതിൻ്റെ മഹാത്മ്യം എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ അത് നമ്മുടെ ഡിഗ്നിറ്റീനെ, നമ്മുടെ അന്തസ്സിനെ ഒരുപാട് എലിവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ ട്രിവാൻഡ്രം റൂറലിൽ ചാർജ് എടുത്തിട്ട് ഏകദേശം 8 മാസത്തോളമായി. ഇവിടെ വന്നേ പിന്നെ ആദ്യം തന്നെ നവകേരള സദസ്സിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ഫുൾ ക്യാബിനറ്റ് ആദ്യമായിട്ടാണ് എല്ലാവരും ഒരുമിച്ച് 3 ദിവസത്തെ ഒരു 9 സ്ഥലങ്ങളിലുള്ള സദസ്സുണ്ടായിരുന്നത്.
അതിൻ്റെ മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളായാലും, പിന്നെ ശിവഗിരി തീർത്ഥാടനം, പിന്നെ ന്യൂ ഇയറിൻ്റെ ബന്ദോബസ്ത്, കുരിശുമല തീർത്ഥാടനം, ഇലക്ഷൻ്റെ മൊബിലൈസേഷൻ. ട്രിവാൻഡ്രം റൂറൽ ജില്ലയിൽ ആദ്യമായിട്ട് തന്നെയാണ് ഇൻഡിപെൻഡൻ്റ് ആയി വേറെ ഒരു പ്രോഗ്രാം ഇല്ലാതെ പ്യൂർലി റൂറൽ മാത്രമായിട്ട് പ്രധാനമന്ത്രിയുടെ ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ക്രമീകരണമായാലും എല്ലാ സേനാംഗങ്ങൾക്ക് 100% 100% കമ്മിറ്റ്മെൻറ്റ്, ആത്മാർത്ഥതയോടുകൂടി പൂർണ്ണ ജാഗ്രത പാലിച്ചുകൊണ്ട് അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ ഭംഗിയായി ഡ്യൂട്ടി നിർവഹിക്കാൻ സാധിച്ചു. ഇത് കുടുംബത്തോടൊപ്പമുള്ള വിശ്രമ സമയങ്ങൾ മാറ്റിവെച്ചിട്ടാണ് ഈ പൂർണ്ണ ഉത്തരവാദിത്വം ഡ്യൂട്ടി നിർവഹിക്കാൻ ഈ 6-8 മാസങ്ങളാണ് ഇങ്ങനെ കടന്നുപോയത്. അപ്പം ഇത്രയും ചുരുങ്ങിയ സമയത്തിൽ ഇത്രയും വ്യത്യസ്തമായ ഡ്യൂട്ടികൾ വന്നു ചേർന്ന് നമ്മൾക്കത് പൂർത്തിയാക്കാനും സാധിച്ചു. ഈ പല ഡ്യൂട്ടികളുടെ കാര്യങ്ങളിലും എല്ലാ സീനിയർ ഓഫീസറിൻ്റെ ഭാഗത്തിൽ നിന്ന് റൂറൽ ജില്ലയെ കുറിച്ച് നല്ല വാക്കുകളാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥരായി ഉള്ള ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് എനിക്ക് അങ്ങനെ പ്രശംസ കിട്ടിയത്. അതിൻ്റെ അഭിമാനവും സന്തോഷവും നിങ്ങളോടൊപ്പം ഈ വേദിയിൽ സന്തോഷപൂർവ്വം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പോലീസ് നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ വളരെയധികം ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരാണ്. ഇതുപോലത്തെ ഹൈ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ്, അങ്ങനത്തെ ഒരുപാട് ജോലി സംതൃപ്തി ഉണ്ടാക്കാൻ ഇടയാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഏറ്റവും അധികം ഈ ന്യൂ ജനറേഷൻ പോലീസ്മെൻ ഒരു ഹോൾഡിംഗ് ബാക്ക് അല്ലെങ്കിൽ പുറകോട്ട് നിൽക്കുന്ന